വൈകുന്നേരം ആയപ്പോൾ ഞാനും അൻവിയും കൂടെ അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു അമ്പലമാണ് കേട്ടോ, പാലൂർ ദേവി ക്ഷേത്രം. ഞാൻ മിക്കപ്പോഴും വരുന്നൊരു അമ്പലമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര സമാധാനം ഇവിടെ വന്ന് തൊഴുത് കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ അത് അമ്പലത്തിൽ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് കർക്കിടക മാസത്തെ ലാസ്റ്റത്തെ ദിവസമായിരുന്നു കേട്ടോ, മലമാസം ലാസ്റ്റ് ദിവസമായിരുന്നു. ഇവിടെ 31 ദിവസവും കഞ്ഞി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ വാങ്ങാൻ വന്നിട്ടില്ലായിരുന്നു. ഞാൻ തലേ ദിവസം വന്നപ്പോഴാണ് അറിഞ്ഞത് കഞ്ഞി ഉണ്ടെന്ന്. അങ്ങനെ എന്നോട് പറഞ്ഞ ഇവിടുത്തെ വിട്ടത് കേട്ടോ, കഞ്ഞി പാത്രം കൊണ്ടുവരണേ എന്നുള്ളത്. അങ്ങനെ ഞാൻ ആ പാത്രമായിട്ട് വന്ന് കഞ്ഞിയൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഉണ്ണിയപ്പം കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അൻവി ഞാനും കൂടെ അവിടെ ഇരുന്ന് ഉണ്ണിയപ്പം കഴിച്ചോട്ടോ. ഇവിടുത്തെ കഞ്ഞിക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ആവശ്യത കഞ്ഞി കുടിക്കുന്നതന്നെ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഉണ്ണിയപ്പമൊക്കെ കഴിച്ച് കഞ്ഞിയൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ നിന്ന് തൊഴുതിട്ടുണ്ടായിരുന്നു കേട്ടോ. കഞ്ഞി വാങ്ങിയിട്ട് വരാൻ പറഞ്ഞായിരുന്നു. കഞ്ഞി തീർന്നു പോകും, അതുകൊണ്ട് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ കഞ്ഞിയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ട് ഞാൻ അമ്പലത്തിൽ കയറി തൊഴുതിട്ടുണ്ടായിരുന്നു കേട്ടോ. അൻവി പിന്നെ ചാട്ടോ ഓട്ടോ ബഹളമാണ് അമ്പലത്തിൽ കയറി കഴിഞ്ഞാൽ. അങ്ങനെ ഞാൻ തൊഴുത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ നമുക്ക് ഇവിടെ വന്ന് തൊഴുത് ഇറങ്ങുമ്പോൾ ഒരു സമാധാനം, എന്തൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. അത് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്. എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്ക് അമ്പലത്തിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ മിക്കപ്പോഴും ഈ അമ്പലത്തിൽ, മുഖത്തല അമ്പലത്തിൽ, തഴുത്തല അമ്പലത്തിലൊക്കെ പോകാറുണ്ട് കേട്ടോ. നിങ്ങൾക്കത് അറിയാവുന്നതാണ്, വീഡിയോസ് കാണുന്നവർക്ക് അറിയാമല്ലോ, മിക്കപ്പോഴും എൻ്റെ വീഡിയോസ് കാണുന്നവരാണല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രസാദമൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മഴയായിരുന്നു വീട്ടിൽ വന്ന് കയറിയപ്പോൾ തന്നെ. അതുവരെ എന്തായാലും മഴ പെയ്യാതിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ മറക്കുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാമേ. ബൈ.